റിവാലുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാലും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് പല മക്കൾക്കും പഴയ മാർക്ക് തന്നെ ആയിരിക്കുമോ സാറേ എന്റെ ഇനി അങ്ങോട്ടുള്ള മാർക്കായിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സിൽ കാണിക്കാൻ പോകുന്നു എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഹൈഡിയേഴ്സ്, SSLC റിവാലുവേഷൻ നിങ്ങളോടുള്ള വലിയ നീതി നിഷേധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ട് മക്കൾ വിചാരിച്ച മാർക്ക് കിട്ടാതെ പല മക്കളും റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സും സ്റ്റാർട്ട് ആയിട്ടുള്ളത്. സോ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മാർക്കാണ് മക്കൾ എല്ലാവരും അതിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ മാർക്ക് തന്നെ ആയിരിക്കുമോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്തും നിങ്ങളുടെ മാർക്കായിട്ട്? ഈവൻ റിവാലുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാലും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് പല മക്കൾക്കും പഴയ മാർക്ക് തന്നെ ആയിരിക്കുമോ സാറേ എന്റെ ഇനി അങ്ങോട്ടുള്ള മാർക്കായിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സിൽ കാണിക്കാൻ പോകുന്നു എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയത്തിനുള്ള ഒരു ഉത്തരവാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ HS CAPൽ നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങളുടെ നമ്പർ, രജിസ്റ്റർ നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്ന അഥവാ പ്രൈമറി അലോട്ട്മെന്റ് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ റിവാലുവേഷൻ റിസൾട്ട് വരാറാണ് സാധാരണഗതിയിൽ പതിവുള്ളത്. ഇനി അങ്ങനെ റിസൾട്ട് വന്നാൽ നിങ്ങൾ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ റിസൾട്ട് അവിടെ അപ്ഡേറ്റ് ആവും. നിങ്ങൾക്ക് ഏറ്റവും റിവാലുവേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് സ്വാഭാവികമായിട്ടും കൂടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് അവിടെ അപ്ഡേറ്റ് ആവും. ഒരു പേടിയും പേടിക്കാതെ മക്കൾക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോവാം. ഇനി ഈ ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് നിങ്ങളുടെ റിവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് തന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കും അപ്ഡേറ്റ് ചെയ്യാൻ, ഇങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുള്ള, റിവാലുവേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുള്ള കൺസേൺ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പേടിക്കേണ്ട, അവിടെ നിങ്ങളുടെ മാർക്ക് അടിപൊളിയായിട്ട് മാറിയിരിക്കും. സോ മക്കളെ, ഒരു പേടിയും പേടിക്കാതെ ജാഗ്രത പുലർത്തി മുമ്പോട്ട് പോവുക. ഒരു പേടിയും പേടിക്കാതെ നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. റിവാലുവേഷൻ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് നല്ല സ്കൂൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടെയുണ്ട് എയ്ഗൺ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള ഓരോ പ്രയാണത്തിലും. ഓക്കെ, ബൈ.